ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നേരെ മലയാറ്റൂർക്കാണ് കേട്ടോ. മലയാറ്റൂർ മല കയറിയിട്ട് കുറേ നാളായി. പിന്നെ ഒരു 6 വർഷത്തിന് ശേഷം വീണ്ടും മലയാറ്റൂർ മല ചവിട്ടാനുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ജവമാലയൊക്കെ ചൊല്ലി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ മലയാറ്റൂർ എത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ബസ്സുകളും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിങ്ങിലെ. അപ്പം തന്നെ ഊഹിച്ചിരുന്നു അത്യാവശ്യം നല്ല തിരക്കാണെന്ന്. എനിക്ക് ആദ്യത്തെ അനുഭവം അല്ലെങ്കിലും സാനുവിനും ഈ കൂടെ ഉള്ള ആൾക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മലകയറ്റം. എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. പിന്നെ ഞാനൊരു ഇത്രയും വർഷം കൂടി ആയതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്നാണെങ്കിലും ഐശ്വര്യമായിട്ട് ഒരു ഐസ്ക്രീം കഴിച്ച് തന്നെ ഞങ്ങൾ മലകയറ്റം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതെ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ട് നോക്കാം എങ്ങനെ ഇരിക്കും. നല്ല സാധനം. ഇത്രയും നാൾ കൂടി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. 1-ാം നില വരെ ഞാൻ എങ്ങനെ എത്തിയത് ദൈവം തമ്പുരാനെ മാത്രം അറിയാം. ദൈവമേ, ആദ്യമായിട്ട് കേട്ടോ 1-ാം നില വരെ എത്തിയപ്പോഴത്തേനും എനിക്ക് എങ്ങനെയും തിരിച്ചിറങ്ങി പോയാൽ മതി. പോകണോ വേണ്ടിയോ എന്നറിയത്തില്ല. അത് ഭയങ്കര കൺഫ്യൂസ്ഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പള്ളിയിലെ അച്ഛനും യൂത്തും എല്ലാം കൂടി ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ ഇനി ഇറങ്ങാൻ പറ്റില്ല, കയറിക്കോ എന്ന് പറഞ്ഞ് കമ്പനി വന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് വീണ്ടും ഞാൻ മല കയറാൻ തന്നെ തീരുമാനിച്ചു. സാനും ചേച്ചി ഞാൻ 1-ാം നില എത്തിയപ്പോഴത്തേനും 4-ാം നില എത്തിക്കഴിഞ്ഞു. അയ്യോ, എനിക്കൊരു രീതിയിലും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. സാനു കയറുമോ എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ സാനു എന്താ പറയുക, തോപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ ഇവിടെ പറയാം. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. പിള്ളേരൊക്കെ കൊണ്ടുവന്ന് അവരിങ്ങനെ ആ ഒരു രസത്തിന് അവരങ്ങ് കയറിക്കോളൂ കേട്ടോ. അന്നത്തോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഈ 30 ആയിട്ട് പോലും ഇല്ല, എന്നിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ 40 ആയിട്ടുള്ള ആൾ ചേച്ചി ഈസി ആയിട്ടാണ് മലയൊക്കെ കയറിപ്പോയത്. അപ്പം നമ്മൾ ഹെൽത്ത് എത്രത്തോളം ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹെൽത്ത് എത്രത്തോളം വീക്കാന്നുള്ളത് ആ മലകയറ്റത്തിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാരൊന്നും ഫുഡോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 30 ആവുന്നതിന് മുമ്പ് തൊട്ട് നമുക്ക് ബോഡി പെയിനും ജോയിൻറ്റ് പെയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാനും വേണ്ടി വന്ന് ജിമ്മിൽ പോകാനൊന്നും ഒരു മടിയും കാണിക്കേണ്ടത്. നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത് എന്നുള്ളത് എനിക്ക് അന്നത്തോടെ മനസ്സിലായി. കാരണം 40 ചേച്ചി ജിമ്മിലൊക്കെ പോയി ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഈസിയായിട്ട് മല കയറിയപ്പോൾ ഞാൻ ശരിക്കും പെടാപ്പാട് വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മല കയറി മുകളിൽ ചെന്നു. പിന്നെ നമ്മുടെ ആനകുത്തിയ പള്ളിയൊക്കെ കണ്ടു. ഇവിടെ ഒരുപാട് വർഷം കഴിഞ്ഞ് വീണ്ടും വന്നതല്ലേ, അതുകൊണ്ട് ഒന്നുകൂടെയും കയറി അതൊക്കെ കണ്ടു കേട്ടോ. സാനുവിനും ചേച്ചിക്കും ഒക്കെ അതൊരു പുതിയ കാഴ്ചയായിരുന്നു. കുരിശിലൊക്കെ തൊട്ട് അത് മുത്തി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഇറങ്ങി കേട്ടോ. താഴോട്ടിറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. പക്ഷെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് നേരം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങിയത്. നല്ല ഭംഗിയാണ് മോളിൽ നിന്നുള്ളൊരു വ്യൂവേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ പോകുന്നത് ഒരു അത്ഭുത നീരുറവയിലേക്കാണ് കേട്ടോ. അവിടെ ഒത്തിരി കിണറായിട്ടാണ് അവരവിടെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്നതൊക്കെയുണ്ട്. പിന്നെ ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് 3 പേർക്ക് കേട്ടോ. ഞാനങ്ങനെ മുകളിലേക്ക് എത്തിയപ്പോൾ ദാണ്ട് അവരെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് സീതായിരുന്നു. പിന്നെ ഞാൻ രണ്ടിനെ പിടിച്ചുകൊണ്ട് പോയതാണ് മുകളിലോട്ട്. പിന്നെ ഇത് തോമാസ് ലീഗയുടെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലമാണ്, അവിടെ സംരക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടു, ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ശരിക്കും നല്ല വ്ളോഗൊക്കെ എടുക്കണമെന്ന് ഉദ്ദേശിച്ച് പോയത്. മലകയറ്റം തുടങ്ങിയതോടെ എൻ്റെ എനർജി ഫുള്ള് തീർന്നു. പിന്നെ എനിക്ക് എങ്ങനെ കയറണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് എല്ലാം കണക്കാണ് എടുത്തിരിക്കുന്നതൊക്കെ. അങ്ങനെ മോളിൽ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയുണ്ട് സാനു പുതിയ കൂട്ടുകാരി? സാനു ഇപ്പൊ അവൾക്ക് അബ്ഡോമിനൽ പെയിൻ വന്നു, അതിൻ്റെ ഇടയ്ക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വന്നു, പിന്നെന്താണ് ഹെഡേക്ക് വന്നു. പിന്നെ ഞാൻ മടുത്ത് പോകാം, തിരിച്ചു പോയേക്കാം. പിന്നെ എന്താ പറഞ്ഞേ? പറ ഞാൻ ചത്തു പോകും. ഞാൻ ചത്തേ. പക്ഷെ എങ്ങനെ എത്തി?
മമ്മ തേർഡ് പ്ലേസിൽ നമ്മളെവിടെ എത്തി 14th കേട്ടോ. അതാണ് എനർജി ലെവൽ, ഒന്നും പറയാനുള്ള. നമ്മളെവിടെ എത്തി 14. ഇനിയിപ്പോൾ ഇത് മൊഴി ഇറങ്ങണം. റെഡിയാണോ? എനർജി ഉണ്ടോ? ഉണ്ട് എനർജി. അങ്ങനെ മല ഇറങ്ങാൻ ആരംഭിച്ചു കേട്ടോ. ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ 3 പേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മല ഇറങ്ങിയത് കേട്ടോ. പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ സാധനം ശരിക്കും ടയർഡായിരുന്നു, മടുത്തു. എന്നാലും ഒന്നെടുക്കാവോ എന്നൊരു ചോദ്യം വരാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചേച്ചി അവളെ പുറത്ത് കയറ്റി കേട്ടോ. അങ്ങനെ രസകരമായി ഞങ്ങൾ 2 പേരും അവളെ പുറത്തൊക്കെ കയറ്റി കുറച്ച് നേരം താഴോട്ട് ഇറങ്ങി. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ കാണാം ഒരുപാട് പേര് മടുത്ത് ഒരു വഴിയായിട്ട് കയറി വരുന്ന. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ത്യാഗം സഹിച്ച് ഇതുപോലെ വലിയ കുരിശുമരങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ. 1ഉം 2ഉം അല്ല, ഒരുപാട് കുരിശുകൾ, ഇതുപോലെ വലിയ കുരിശുകളുമായിട്ട് ആൾക്കാർ കയറി പോകുന്ന കാണാം. എന്നാണെങ്കിലും ഞങ്ങൾ അങ്ങനെ മല ഇറങ്ങുവാണ്. അടുത്ത പ്രാവശ്യം പറഞ്ഞോടി ഇനിയെന്ന് ചോദിച്ചപ്പോഴത്തേന് അമ്മ ഞാൻ റെഡി എന്നാണ് പറഞ്ഞത്. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ് അമ്മ എന്നുള്ള ചോദ്യം കൂടെ എന്നാണെങ്കിലും വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് അവൾക്ക് അത് ഭയങ്കരമായിട്ടുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കൊരു ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കണമെന്നുള്ള വളരെ വലിയ ആഗ്രഹത്തോടെയാണ് താഴോട്ട് ഇറങ്ങി വന്നത്. പിന്നെ ഞങ്ങൾ താഴെ വന്ന് ആ ഒരു സ്ഥലത്ത് അവിടെ ഇരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചു. സാധനം ഒരു കുളിക്ക് സർബത്താണ് കുടിച്ചത് കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ ബസ് തപ്പി നടന്നു. അങ്ങനെ ബസ് കണ്ടെത്തി കയറി ഇരുന്നു. എന്തൊരാശ്വാസം, എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ പതിയെ ഉള്ളിൽ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ മലയാറ്റൂർക്ക് പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. Bye-bye.